സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2021 ജനുവരി 7. വാർത്തകൾ വായിക്കുന്നത് അബിത റോസ്റ്റോ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. US ക്യാപിറ്റോളിൽ കലാപം അക്രമാസക്തം, 4 മരണം. ട്രംപ് അനുകൂലികളുടെ തേർവാഴ്ച. ട്രംപിന്റെ ട്വിറ്റർ FB അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. വാഷിംഗ്ടണിൽ കർഫ്യൂ. വാഷിംഗ്ടൺ. US-നെയും ലോകത്തെയും ഞെട്ടിച്ച് US പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കടന്ന ട്രംപ് അനുകൂലികളുടെ തേർവാഴ്ച. നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ US കോൺഗ്രസിന്റെ ഇരുസഭകളും സമ്മേളിക്കുന്നതിനിടെയാണ് അക്രമാസക്തരായ ആയിരക്കണക്കിന് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ മന്ദിരത്തിലെ സുരക്ഷാ വലയം ഭേദിച്ച് അകത്തുകടന്നത്. കലാപത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേർ മരിച്ചു. ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിലാണ് സ്ത്രീ വെടിയേറ്റു മരിച്ചതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റ 5 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ക്യാപിറ്റോൾ മന്ദിരത്തിന് സമീപത്തുനിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കടക്കുന്നവരെ ഒഴിപ്പിക്കാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിയോടെയാണ് സംഭവങ്ങൾ. അക്രമസംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വിറ്റർ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ താൽക്കാലികമായി റദ്ദാക്കി. മുൻ മന്ത്രി KK രാമചന്ദ്രൻ അന്തരിച്ചു. കോഴിക്കോട്. മുൻ മന്ത്രി KK രാമചന്ദ്രൻ 78 അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 3:30 അന്ത്യം. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ്. AACC അംഗവും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്നു. 27 വർഷം ബത്തേരി, കൽപ്പറ്റ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചു. റേഷൻ കിറ്റിലും മിൽമ ഉൾപ്പെടുത്തണം. തിരുവനന്തപുരം. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന സൗജന്യ കിറ്റിൽ മിൽമ നെയ്യും പാൽപ്പൊടിയും കൂടി ഉൾപ്പെടുത്തണമെന്ന് മിൽമ സർക്കാരിന് ശുപാർശ നൽകി. 100 ഗ്രാം നെയ്യും 200 ഗ്രാം പാൽപ്പൊടിയും വീതം നൽകുന്നതിന് അധികമായി സംഭരിക്കുന്ന പാൽ ഉപയോഗപ്പെടുത്താനാണ് മിൽമയുടെ പദ്ധതി. ബൈഡന് റിപ്പബ്ലിക്കന്മാരുടെ പിന്തുണ. അക്രമം അഴിച്ചുവിട്ടതിന് പിന്നാലെ സഭ വീണ്ടും ചേർന്നതോടെ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന് റിപ്പബ്ലിക്കന്മാരുടെയും പിന്തുണ. ബൈഡന്റെ അരിസോണയിലെ ഇലക്ടറൽ വോട്ടുകൾ ചോദ്യം ചെയ്തുള്ള പ്രമേയം പരിഗണിക്കുമ്പോഴാണ് റിപ്പബ്ലിക്കന്മാർ പിന്തുണ അറിയിച്ചത്. അക്രമം തള്ളി മോദി, സമാധാനപരമായ അധികാര കൈമാറ്റം വേണം. ന്യൂഡൽഹി. US ക്യാപിറ്റോൾ മന്ദിരത്തിൽ നടന്ന അക്രമങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമവിരുദ്ധമായ പ്രതിഷേധങ്ങൾ കൊണ്ട് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ അനുവദിക്കാനാവില്ലെന്ന് മോദി ട്വിറ്ററിൽ കുറിച്ചു. വാഷിംഗ്ടണിൽ ട്രംപ് അനുകൂലികൾ അഴിച്ചുവിട്ട കലാപത്തിലും അക്രമത്തിലും മോദി ഞെട്ടൽ രേഖപ്പെടുത്തി. പാറമേക്കാവ് തിരുവമ്പാടി വേല, വെടിക്കെട്ടിന് അനുമതിയില്ല. തൃശൂർ. ഏഷ്യയിലെ തന്നെ വലിയ പൂരങ്ങളിലൊന്ന് എന്ന് വിശേഷിക്കപ്പെടുന്ന തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളിയായ പാറമേക്കാവ് തിരുവമ്പാടി വേലകളിൽ വെടിക്കെട്ട്, പൊതുപ്രദർശനം എന്നിവയ്ക്കുള്ള അനുമതി ഉണ്ടായിരിക്കില്ലെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. 8-നാണ് പാറമേക്കാവ് വേല, 10-ന് തിരുവമ്പാടി വേലയും. കോവിഡ് പശ്ചാത്തലത്തിലാണ് അനുമതി നിഷേധിച്ചത്. COVID-19 ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ 31 വരെ തുടരുമെന്നുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വാക്സിൻ തരാമെന്ന് ചൈന, ആദ്യം ഇന്ത്യയുടേത് മതിയെന്ന് നേപ്പാൾ. കാഠ്മണ്ഡു. പലവിധ സമ്മർദ്ദങ്ങൾക്കിടയിലും കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ ഇന്ത്യയെ തന്നെ ആശ്രയിക്കാൻ നേപ്പാൾ. ചൈനീസ് വാക്സിനേഷനേക്കാൾ ഇന്ത്യയുടെ വാക്സിൻ ആദ്യം കിട്ടാനാണ് നേപ്പാൾ ആഗ്രഹിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത മാസം ആരംഭിക്കുന്ന 6ാമത് നേപ്പാൾ ഇന്ത്യ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ജനപ്രതിനിധികൾ ജനങ്ങളുടെ വിശ്വാസം നേടണം. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. കൊച്ചി. ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അവരുടെ വിശ്വാസം നേടുന്നവരാകണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി സംഘടിപ്പിച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബോറിസ് ജോൺസന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കി. ന്യൂഡൽഹി. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ത്യ സന്ദർശനം റദ്ദാക്കി. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് വ്യാപനം UK-യിൽ ശക്തമായ പശ്ചാത്തലത്തിലാണിത്. സഭാതർക്കം പരിഹരിച്ചാൽ BJPക്കൊപ്പം നിൽക്കുമെന്ന് യാക്കോബായ സഭ. കോട്ടയം. മലങ്കര സഭയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചാൽ BJPക്കൊപ്പം നിൽക്കുമെന്ന നിലപാടുമായി യാക്കോബായ സഭ. സഭാതർക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നുവരുന്നതിനിടെയാണ് യാക്കോബായ സഭ നിലപാട് അറിയിച്ചത്. മെഡിക്കൽ PG നിർബന്ധിത സേവനം ഉത്തരവ് ശരിവച്ചു. കൊച്ചി. കാരക്കോണം മെഡിക്കൽ കോളേജിൽ സർക്കാർ കോട്ടയിൽ മെഡിക്കൽ PG പൂർത്തിയാക്കിയവർ ബോണ്ട് അനുസരിച്ച് 1 വർഷത്തെ നിർബന്ധിത സേവനം അനുഷ്ഠിക്കാമെന്ന സിംഗിൾ ബെഞ്ചിന്റെ വിധി ഹൈക്കോടതി ഡിവിഷനും ശരിവച്ചു. കഴിഞ്ഞ നവംബറിലെ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ PG വിദ്യാർത്ഥികളായ ഡോക്ടർ ജോസ് മാത്യു, ഡോക്ടർ അജയ് ഘോഷ് തുടങ്ങിയവർ നൽകിയ അപ്പീൽ തള്ളിയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി
ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.